വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എന്റെ അമ്മയെ പോയി കണ്ടില്ലടാ നീ? അത് പിന്നെ ഞാൻ ചെയ്യില്ല വിശ്വ. മുരുകൻ വിഷയം നോക്കിന്ന് കണ്ണുരുട്ടി. ആണെന്താ വിശേഷം? അമ്മ ഓക്കെ അല്ലേ? നിന്റെ അമ്മ തീയിൽ കുരുത്ത കരുത്തുള്ള ചെടിയല്ലേ വിശ്വ. അത് വെയിൽ പാടിപ്പോയില്ലല്ലോ. ഏത് നെറിയട്ട സാഹചര്യത്തിലും പിടിച്ചിരുന്നോളൂ. അത് പറയുമ്പോൾ മുരുകനും കേൾക്കുമ്പോൾ വിശ്വ ഒരുപോലെ ചിരിക്കുന്നുണ്ട്. അമ്മ എടുത്തിട്ട് കുടഞ്ഞു നിന്നെ? ഇല്ലടാ, ഞാൻ അധികമൊന്നും അവിടെ നിന്ന് ടീച്ചർക്ക് അതിനുള്ള ഒരു അവസരം കൊടുത്തില്ല. എന്തെങ്കിലും വായിച്ചു തരാണ്ടോന്ന് ചോദിച്ചു. നീ പറഞ്ഞ പോലെ അടുക്കളയിലേക്കൊന്ന് കയറി നോക്കി. പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. ഇല്ലെങ്കിൽ ടീച്ചറെ പിടിച്ച് കുടയുന്ന ഒരു പേടി എനിക്കുണ്ടായിരുന്നു. അല്ല, ഇവിടെ എന്തായി? വല്ല പുരോഗതി ഉണ്ടായോ എന്നെ പറഞ്ഞു വിട്ടിട്ട്? മുരുകനായി ചോദിച്ചോ. വിശ്വയുടെ അതുവരെ ഉണ്ടായിരുന്ന ഭാവം മാറി. എന്താടാ, വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അവന്റെ ആ മുഖം കണ്ടിട്ട് മുരുകനും സംശയം. അതിന്റെ ജീവൻ പോലും അമ്മമാർക്ക് പ്രശ്നമില്ലടാ. അവരുടെ കാര്യം നടന്നാൽ മതി. ദേഷ്യത്തോടെ സ്റ്റിയറിംഗിലും തട്ടിയിട്ട് വിശ്വ പറഞ്ഞു. നീ കാര്യം പറയടാ. മുരുകൻ വിശ്വയുടെ കയ്യിലും തട്ടി. തലേന്ന് മുരുകൻ പോയത് മുതൽ താൻ മിത്രയെ വിളിച്ചു ആൾ തന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞു. തികച്ചും ആകസ്മികമായെന്നതുപോലെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ വെച്ചിട്ട് മിത്ര തന്നെ കണ്ടതും അവരൊരുമിച്ച് പുറത്തു പോയതും അത് താൻ വിളിച്ചു പറഞ്ഞിട്ടറിഞ്ഞ അലോഷിയും അഖിലും ആൾക്ക് നേരെ ഒരു അറ്റംപ്റ്റ് നടത്തിയതും ഭാഗ്യം കൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടുമെല്ലാം പല്ലടിച്ച് പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെയാണ് വിശ്വ മുരുകനെ പറഞ്ഞു കേൾപ്പിച്ചത്. വളർത്താനാണോ കൊല്ലാനാണോ അവരുടെ ഉദ്ദേശം എന്ന് നമ്മളും ചോദിച്ചു നോക്കില്ലല്ലോ വിശ്വ. കുറ്റബോധം നിഴലിക്കുന്ന മുരുകന്റെ സ്വരം വിശ്വ എന്ന് വിറച്ചു. അവന്റെ കയ്യിൽ നിന്നും കാറൊന്ന് പാളി. നീ എവിടെയെങ്കിലും നിർത്തിക്കേ. മുരുകൻ ആവശ്യപ്പെടുമ്പോൾ വിശ്വ ഏറ്റവും അടുത്തുള്ള ഒരു കൂൾ ബാർ മുമ്പിൽ കാർ നിർത്തി. എടാ മുരുക, എനിക്കിപ്പോ എന്തോ. വിശ്വ കൈകൊണ്ട് നെറ്റിയിൽ അമർത്തി തുടച്ചു. അവരുടെ ചതിയിലേക്ക് അവളെ കൊണ്ടെത്തിച്ചു കൊടുത്തിട്ട് പിന്നെ അവരെന്ത് ചെയ്യുന്നു നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ വിശ്വ. അവർ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. മുരുകൻ അത് പറഞ്ഞപ്പോൾ മാത്രമാണ് വിശ്വ അതിനെക്കുറിച്ച് ഓർത്ത് തന്നെ. സത്യമാണ്, അതിനെക്കുറിച്ചൊരു ചോദ്യമോ പറച്ചിലോ ഉണ്ടായിട്ടില്ല അന്നുവരേക്കും. പക്ഷെ ഇപ്പൊ തോന്നുന്നു അവളുടെ ജീവൻ പോലും ഇത്രയും നിസ്സാരമായി കാണുന്നവർ അവർക്ക് മുന്നിലേക്കാണ് താൻ പ്രേമം നടിച്ച് ചതിച്ചുകൊണ്ട് അവളെ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നത്. അവിടെ എന്തും സംഭവിക്കാം, എന്തും. വിശക്കൊരു നടുക്കമാണ് തോന്നിയത്. അവളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ചതി ചെയ്തിട്ട് അതിലപ്പാടെ തകർന്നുകൊണ്ടിരിക്കുന്നവൾ, വീണ്ടും വീണ്ടും ശിക്ഷ കിട്ടാൻ മാത്രം യാതൊരു തെറ്റും ചെയ്യാത്ത ഒരുവൾ. വിശയുടെ ഉള്ളിൽ മിത്രയുടെ മുഖം തെളിഞ്ഞ് ഉള്ളം വിറച്ചു. എന്റെ കിഡ്നി പറിച്ചു വിറ്റിട്ട് മല്ലിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരായിരുന്നു മുരുക. എന്നാലും ഇതുപോലൊരു പാപം ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ല. തീർത്തും തകർന്നു പോയതുപോലുള്ള വിശയുടെ സ്വരം. മുരുകനും ശബ്ദം നഷ്ടം വന്ന പോലെ അവൻ അരികിലിരുന്നു. നോക്കടി, അത് അവനല്ലേ ആ രാഹുല്? അവനിതെന്ത് പറ്റി? പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ വരാന്തയിൽ എതിർ സൈഡിൽ നിന്ന് നടന്നു വരുന്ന ഒരാൾക്ക് നേരെ ചൂണ്ടി അത് പറയുമ്പോഴാണ് മിത്രയെ അങ്ങോട്ട് നോക്കുന്നത്. ശരിയാണ്, അത് രാഹുൽ തന്നെയാണ്. അവന്റെ ഒപ്പം അന്ന് കണ്ട പോലെ തന്നെ 2-3 ആളുകളുണ്ട്. പക്ഷെ അവൻ ആ കോലം കണ്ടിട്ട് മിത്രയുടെ നെറ്റി വിളിഞ്ഞു. ആരോ അവനെ നന്നായി എടുത്തിട്ട് പെരുമാറിയതിന്റെ ലക്ഷണങ്ങൾ പോലെ അവന്റെ കയ്യിലൊരു കെട്ടും നെറ്റിയിൽ ഒട്ടിച്ചു വെച്ച ബാൻഡേജും. അവൻ അരികിലെത്തിയപ്പോൾ തന്നെ നോക്കിയ ആ നോട്ടം, ഒരുപാട് ദേഷ്യത്തോടെയുള്ള ആ നോട്ടത്തിന്റെ അർത്ഥം മിത്രയുടെ ഉള്ളിൽ ചെറിയൊരു സംശയത്തിന്റെ തിരിതെളിഞ്ഞു. എങ്കിലും ആൾക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു. എന്തുകൊണ്ടോ രാഹുലിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം വിശ്വാണെന്ന് മിത്രക്കും തോന്നുന്നുണ്ടായിരുന്നു. അവനെന്താണ് നിന്നെ അങ്ങനെ നോക്കുന്നത്? രാഹുൽ അരിയിലൂടെ കടന്നുപോയപ്പോൾ മിത്രയ്ക്ക് നേരെയുണ്ടായ നോട്ടം കണ്ടിട്ടാണ് ടീനെ അത് ചോദിച്ചത്. എനിക്കറിയില്ല. തിരിഞ്ഞു നോക്കിക്കൊണ്ടുപോകുന്ന രാഹുലിന് നേരെ ഒന്ന് വെറുതെ നോക്കിയിട്ട് മിത്ര പറഞ്ഞു. അല്ല, അവന്റെ നോട്ടം കണ്ടാൽ തോന്നും നീയാണ് ഈ കോലത്തിൽ അവനെ പരിക്കേൽപ്പിച്ചെന്ന്. എന്തായാലും ആരോ അറിഞ്ഞിട്ട് പെരുമാറിയതാ. എന്നാലും അവൻ എന്തിനാ നിന്റെ നേരെ നോക്കുന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ടീനയുടെ മനസ്സിൽ തോന്നിയ ആ സംശയത്തിന് വിശ്വ എന്നൊരു ഉത്തരമുണ്ടായിട്ടും മിത്രം മിണ്ടിയില്ല. ഇനി അവനെ പഞ്ഞിക്കിട്ടാ മറ്റവനെങ്ങാനും ആയിരിക്കോടി? ടീന് ചോദിക്കുമ്പോൾ മിത്ര അവളെ ചുഴിഞ്ഞു നോക്കി. നീ ഇങ്ങനെ എന്നെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട. ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചാ നിനക്ക് നേരെ വന്നേന്നും പറഞ്ഞുകൊണ്ട് ആ ക്യാൻറ്റീൻകാരൻ വീണ്ടും എടുത്തിട്ട് പെരുമാറിയവനെ. തന്റെ മനസ്സിലുള്ള അതേ സംശയം തന്നെയാണ് ടീനക്കുള്ളതെന്ന് കണ്ടതും മിത്രയുടെ ഉള്ളിലെ സംശയത്തിന് ബലമേറുകയായിരുന്നു. എനിക്കറിയില്ല ടീനെ. പിന്നെ വിശ്വ, എനിക്കതിന് തോന്നുന്നില്ല. അവനിപ്പോൾ ഇതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അന്ന് അവനും കൂടെ ആ പ്രശ്നത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് അവൻ കയറി ഇടപെട്ടു എന്ന് മാത്രമല്ല എൻ്റെ പുറകെ കിടന്നിട്ട് എന്നെ സേവ് ചെയ്യില്ലല്ലോ അവൻ്റെ പണി. അതുമല്ല, ഇത്രയും എടുത്തിട്ട് പെരുമാറാൻ മാത്രമേ രാഹുൽ പിന്നെ എന്നോട് തെറ്റും ചെയ്തിട്ടുമില്ല എന്നൊക്കെ ടീനയോട് കടുപ്പത്തിൽ പറഞ്ഞെങ്കിലും അവനോടുള്ള ആ ദിവസം തികച്ചും ആകസ്മികമായി രാഹുൽ നടത്തിയ ആക്സിഡന്റ് അറ്റംപ്റ്റ്, അതിൽ നിന്നും വിശ്വക്ക് അവനുള്ള ഈർഷ്യമെല്ലാം ഇത്ര തൊട്ടറിഞ്ഞതാണ്. അങ്ങനെ നോക്കുമ്പോൾ വിശ്വ തന്നെ ആവാനാണ് സാധ്യത. എങ്കിലും ടീനയോടാന്ന് തുറന്ന് സമ്മതിക്കാൻ വയ്യ. കൂടുതൽ ചോദ്യങ്ങൾ വരും, തനിക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാത്ത ചോദ്യങ്ങൾ. എന്തായാലും ആ കൊടുത്തതാരായാലും നല്ല കനത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. കയ്യിലിരിപ്പ് വെച്ചിട്ട് അവനത് കിട്ടേണ്ടത് തന്നെയാ. നീ വാ, ക്ലാസ്സിൽ കയറേണ്ട സമയമായി. ആ പ്രശ്നം അവിടെ തന്നെ ഇട്ട് ടീന മുന്നോട്ട് നടക്കുമ്പോൾ മിത്രയും മനസ്സിലെ ബലപ്പെട്ട സംശയങ്ങളുടെ ഭാരവും പേറിയാണ് അവൾക്കൊപ്പം ചെന്നത്. അന്ന് മുഴുവനും അതിന്റെ ഒരു വീർപ്പ് മുട്ടലോടെയാണ് അവൾ ആ ക്ലാസ്സിലിരുന്നത്. വിശ്വ വന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. രാവിലെ എഴുന്നേൽക്കാൻ വൈകിയത് കൊണ്ട് തന്നെ ആകെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു.
അതിനിടയിൽ അവനൊന്ന് വിളിക്കാനോ മെസ്സേജ് ചെയ്യാനോ തോന്നിയില്ല. പിന്നെ കോളേജിലേക്ക് പോരും വഴിയും അവിടെ എത്തിയിട്ടും ഏതു നേരവും വിട്ടൊഴിവാകാതെ ടീന പുറകിലുള്ളത് കൊണ്ട് തന്നെ സ്വതന്ത്രമായി വിശ്വക്കൊന്ന് വിളിക്കാൻ കൂടി മിത്രക്ക് പറ്റിയതുമില്ല. അവനോടൊന്ന് ചോദിച്ചിട്ട് രാഹുലിന്റെ കാര്യമൊന്ന് ക്ലിയർ ചെയ്യണമെന്നുള്ള തോന്നൽ അവളുടെ ഉള്ളിൽ വല്ലാതെ വളർന്നു കഴിഞ്ഞു. ക്യാൻറ്റീനിൽ അവൻ വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് പോയി കണ്ടിട്ട് ഇത് ചോദിക്കാനും ടീന കൂടെ ഉണ്ടാകുമ്പോൾ പറ്റില്ലെന്ന് ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെ മിത്ര പിന്നെ ആ വഴി നോക്കിയതുമില്ല. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ലീവ് എടുത്ത് പോയാനോ? എനിക്കതൊരു സുഖമില്ലാത്ത പോലെ. വിശ്വയോടൊന്നും സംസാരിക്കാതെ തനിക്കൊന്നിലും പൂർണ്ണമായി മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റില്ലെന്ന് ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെ ടീനയോട് പറഞ്ഞിട്ട് അന്ന് ലീവാക്കിയാലോ എന്നാണ് മിത്ര പിന്നെ ആലോചിച്ചത്. വെറുതെ ഒരു ലീവ് എടുക്കണോടി, ഇന്ന് ഏതായാലും ഇത്രയും ടൈമായില്ലേ, തനിക്കെന്ത് പറ്റി? എനിക്ക് ഒരു ചെറിയ തലവേദന. ടീന പെട്ടെന്ന് ചോദിച്ചപ്പോൾ മിത്രക്ക് അവളോട് പറയാനൊരു അസുഖവും കിട്ടിയതുമില്ല. ആ ചെറിയ തലവേദനയിലുള്ളൂ, ക്ലാസ് ഏതായാലും 3 മണിയോടെ തീരും, ഇപ്പൊ 2 മണിയായില്ലേ, ചെറിയ തലവേദനയല്ലേ, 1 മണിക്കൂർ നീ ഒന്ന് സഹിക്ക് എന്ന് ടീന പറഞ്ഞോടെ മിത്രക്ക് മുന്നിൽ പിന്നെ വീട്ടിലെത്തും വരെയും കാത്തിരിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അപ്പൊ ഇനി ആ മറ്റേ വീട് നമ്മളവിടെ കണ്ട പ്രശ്നം ഉണ്ടാക്കില്ലടാ? മുരുകൻ വിശ്വക്ക് നേരെ നോക്കി ചോദിച്ചു. അവന്റെ സംശയം ന്യായമാണ്. ടീനക്ക് അവനുള്ള അനിഷ്ടം മുരുകനും വിശ്വക്ക് ഒരുപോലെ അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്രയും അടുത്ത് താനും താമസിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വഴക്കിനോ ബഹളത്തിനോ കാരണമാവുകയും ചെയ്യും. വിശ്വക്ക് അറിയാമത്. ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. എങ്ങുമെങ്ങും തൊടാത്തൊരു ഉത്തരം കൊടുത്തുകൊണ്ട് വിശ്വ മുരുകൻ നോക്കി ചിരിച്ചു. നീ ഇതെന്തോന്ന് കാലാവസ്ഥ നിരീക്ഷകരെ പോലെ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് വ്യക്തമായിട്ട് ഉത്തരം പറയാമല്ലോ നിനക്ക്? ഈ കാര്യത്തിൽ എങ്ങനെയാണ് മുരുകൻ ഞാൻ വ്യക്തമായിട്ടൊരു ഉത്തരം പറയുന്നത്? ആ പെണ്ണിന്റെ മനസ്സ് എങ്ങനെ എനിക്കറിയാം? വിശ്വ കൈമലത്തി കാണിച്ചു. ഇനി കൊടുക്കുന്ന നിന്റെ പേരുമായിട്ട് അതുങ്ങൾ രണ്ടും കൂടി തമ്മിൽ തല്ലി പിരിയോടാ? മുരുകൻ ചോദിച്ചു. അവനോട് ഉത്തരവൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയും വിശ്വയുടെ മനസ്സിൽ പ്രതിധ്വനിച്ചു. തനിക്ക് വേണ്ടി അവൾക്ക് പ്രിയപ്പെട്ടൊരു ബന്ധം നഷ്ടപ്പെടുക എന്നുള്ളത് അവനെ സംബന്ധിച്ച് ആലോചിക്കാൻ കൂടി കഴിയാത്ത കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും നേരെ കണ്ണടക്കിയേ തനിക്ക് നിർവാഹമുള്ളൂ. ടീനക്ക് തന്നെ ഇഷ്ടമല്ല. അതിനാൽ തന്നെ ഈ കാര്യത്തിൽ അവളും മിത്രയും തമ്മിൽ സംസാരം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എത്രയൊക്കെ പ്രകോപിപ്പിച്ചാലും മിത്ര അതിനെതിരെ പിടിച്ചു നിൽക്കുന്ന ഒരു തോന്നലുണ്ട് വിശ്വക്ക്. നീ പറഞ്ഞ പോലെ തന്നെ ഒരു കിണ്ണൂരി കൊടുത്ത് നിന്ന് രക്ഷപ്പെടേണ്ടി വന്നാലും ഇതുപോലെ വള്ളിക്കെട്ടിലേക്ക് നമ്മൾ എടുത്തു ചാടാൻ പാടില്ലായിരുന്നു. അവൻ പറഞ്ഞ മുരുകൻ അകത്തേക്ക് കയറിപ്പോയി. അവൻ ആ പറഞ്ഞ വാക്കിൽ തളച്ചിട്ട പോലെ പുറത്തേക്ക് നോക്കി വിശ്വ അതേ ഇരിപ്പ് തുടർന്നു. കോളേജ് വിട്ടന്ന് വീട്ടിലേക്ക് എത്താൻ മിത്രയ്ക്ക് വല്ലാത്തൊരു ധൃതിയുണ്ടായിരുന്നു. പക്ഷെ തന്റെ ആ മാറ്റം ടീൻ അറിയാതിരിക്കാൻ അവൾ ആവതും ശ്രമിക്കുന്നുണ്ട്. വീട്ടിലെത്തിയാൽ ഉടൻ വിശ്വക്കൊന്ന് വിളിക്കണമെന്നും രാവിലെ കാര്യം ചോദിക്കണമെന്നും മനസ്സിലുറപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പോയതെങ്കിലും അത്ര വേഗത്തിലൊന്നും മിത്രക്കാരന് വിളിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിലേക്ക് വേണ്ടുന്ന ഫുഡ് കൂടി ഉണ്ടാക്കി വെച്ചിട്ടാണ് രണ്ടുപേരും സ്വന്തം മുറിയിലേക്ക് പോയതും. റൂമിൽ കയറിയതേ വാതിലടച്ചു പൂട്ടി ഫോൺ എടുത്തുകൊണ്ട് വിശ്വയുടെ നമ്പറിൽ വിളിക്കുമ്പോൾ തന്റെ മാനസികാവസ്ഥ മിത്രയ്ക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മിത്ര പറയൂ. ഒരു അലോ പോലും പറയാതെ അവന്റെ സ്വരം കാതിൽ. വിശ്വ, നീ രാഹുലിനെ കണ്ടിരുന്നോ? ഇന്നോ ഇന്നലെയോ? മിത്രയുടെ ചോദ്യം. അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും മിത്ര ഒന്നുകൂടി ഹലോ പറഞ്ഞു നോക്കി. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. കേട്ടാ പോരെ വിശ്വ, എനിക്ക് ഉത്തരം വേണം. ഇന്നേരം വരെ അത് മനസ്സിലിട്ട് ഞാൻ അനുഭവിച്ച ടെൻഷൻ. അതുകൊണ്ട് പറയും, നീയാണോ രാഹുലിനെ? അവനിന്ന് കോളേജിൽ വന്നിരുന്നോ? വന്നിരുന്നു. അവിടെ വെച്ച് ഞാൻ അവനെ പഞ്ചറായ കോളത്തിൽ കണ്ടോണ്ടല്ലേ ഇപ്പോഴീ ചോദ്യം ചോദിച്ച്. നീയാണോ വിശ്വ? അതെ, ഞാൻ തന്നെയാ. പക്ഷേ അവനതൊന്നും പോരായിരുന്നു. വിശ്വ പല്ലടിക്കുന്ന കേട്ടു. ഏറെക്കുറെ അത് ഉറപ്പിച്ചുകൊണ്ട് മിത്രക്ക് ഞെട്ടലെന്ന് തോന്നിയില്ല. എന്തിനാ വിശ്വ ഇനി വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നത്? വെറുതെയോ? വെറുതെ ഒന്നല്ല, നിനക്കറിയില്ല അവൻ കാണിച്ച അറ്റത്തരം. നിന്നെ പിടിച്ചു മാറ്റാൻ ഒരു ഇത്തിരി നേരം ഞാൻ വൈകിയിരുന്നെങ്കിലോ എന്തായി തീരുമായിരുന്നു? ഇന്നിത് പറഞ്ഞിട്ട് എന്നോട് ദേഷ്യം കാണിച്ച് വിളിക്കാൻ ചിലപ്പോ നീ ഉണ്ടാവായിരുന്നു മിത്ര. എനിക്കത് ഓർക്കുമ്പോ ഇപ്പോഴും വിറയില്ല. അതറിയോ നിനക്ക്? മിത്ര നിമിഷം ഒന്നും മിണ്ടിയില്ല. കോളേജിൽ വെച്ച് രാവിലെ തന്നെ നോക്കിയ നോട്ടം അത് വെറുതെ ആയിരുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. നീ വെറുതെ ടെൻഷൻ ആവാതെടാ തിക് ഫ്രണ്ടേ. അവൾക്ക് നിന്റെ പേരിലേക്ക് ഒരു ഇത്തിരി പോലും പഴികൾക്കാത്ത വിധം തന്നെ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. ഒന്നുറപ്പുണ്ട്, അത്ര പെട്ടെന്നൊന്നും ഇന്നലെ കിട്ടിയാടി രാഹുൽ മറക്കില്ല. അത് മറക്കാൻ എടുക്കുന്ന ടൈം വരെയും അവനിനി നിന്റെ നേരെ വരികയില്ല. വിശ്വാത്രയും പറഞ്ഞിട്ടും മിത്രക്ക് ആശ്വാസമൊന്നും തോന്നിയില്ല. ഉള്ളിൽ വല്ലാത്തൊരു ഹലോ പോയോ? ആളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും വിശ്വ വീണ്ടും വിളിച്ചു നോക്കി. ഇല്ല. താനത് വിടോ. അവനൊരു ചെറ്റത്തിനും കാണിച്ചു, ഞാൻ അതിനുള്ള മറുപടി കൊടുത്തു. അതവിടെ തീർന്നു. ഇനി അടുത്ത ചെറ്റത്തിൽ അവൻ കാണിക്കുമ്പോ അടുത്ത മറുപടിയായിട്ട് ഞാനുണ്ടാവും. അതുവരെയും നമ്മൾ ഫ്രീയാ. വിശ്വക്കെല്ലാം നിസ്സാരാ മനസ്സിൽ തോന്നി. അതുപോലെ മിത്ര പറയുമ്പോൾ വിശ്വ ഒന്ന് ചിരിച്ചു. നീ എനിക്കത്ര നിസ്സാരമല്ലാത്തതുകൊണ്ടാണ് മിത്ര ഞാനത് ചെയ്തു. അവനത് അറിയിക്കുന്ന തന്നെയാ. പ്രതികരിക്കാൻ ആരെങ്കിലുമൊക്കെ ധൈര്യം കാണിച്ചില്ലെങ്കിൽ ഇവനെപ്പോലുള്ളവർ പിന്നെ വൻ ദുരന്തമായി മാറിയേക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ട് തനിക്കൊരു കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കോളാം. വിശ്വ വീണ്ടും ഉറപ്പ് പറഞ്ഞു. എന്റെ കാര്യമില്ല വിശ്വ, നീ നിന്റെ കാര്യം കൂടി ചിന്തിക്ക്. ഇതിപ്പോ കൈക്ക് വയ്യാതെ വീണ്ടും അവന്റെ നേരെ. മിത്രക്കൊരു വല്ലായ്മയുണ്ട്.
എന്റെ കൈക്ക് വയ്യാത്ത അവൻ കാരണമല്ലേ. പക്ഷെ അത് ഞാൻ വിട്ടുകളഞ്ഞു. എന്നിട്ട് അവന് മതിയായില്ലെങ്കിൽ പിന്നെ അതൊന്ന് തീർത്തു കൊടുക്കണ്ടേ? അവൻ മാത്രം അങ്ങനെ മിടുക്കനായ പോരല്ലോ. എന്നാലും വിശ്വ, ഇതൊന്നും അത്ര പെട്ടെന്ന് തീരുന്ന എനിക്ക് തോന്നില്ല. ഇന്ന് അവൻ എന്നെ കൊല്ലും പോലെ ഞാൻ നോക്കിയത്. അപ്പത്തിന് ടീന പറയുകയും ചെയ്തു, നീ വല്ലതും ചെയ്താണോന്ന്. മിത്രയുടെ ആശങ്ക തീരുന്നില്ല. അപ്പൊ കൂട്ടുകാരിക്ക് എന്നെ സംശയം കൂടിയുണ്ടല്ലേ? വിശ്വ ചിരിയോടെ ചോദിച്ചു. അത് സംശയമില്ലല്ലോ, സത്യം തന്നെയല്ലേ? അതെ, ഇനി അവൻ ചെയ്താലും ഇത് തന്നെ ഞാനും ചെയ്യും. വിശ്വക്ക് വാശിയാണ്. എത്ര സന്തോഷത്തോടെയുള്ള നമ്മുടെ നിമിഷങ്ങളെയാ അവൻ ഇന്നലെ നശിപ്പിച്ചു കളഞ്ഞ്. അത് ഓർക്കുമ്പോൾ എനിക്ക് അവനെ തള്ളിക്കൊല്ലാനാ തോന്നുന്നു. ഇതിലൊതുങ്ങിയത് അവന്റെ ഭാഗ്യം. വിശ്വക്ക് അപ്പോഴും ദേഷ്യം തീർന്നിട്ടില്ല. ഞാൻ വെച്ചേക്കോ വിശ്വ, ടീനെ കുളിക്കാൻ കയറിപ്പൊന്ന് വിളിച്ചാ. ഇതിന്റെ സത്യം അറിയാനായിട്ട് എനിക്കൊരു സമാധാനമില്ലായിരുന്നു, അതുകൊണ്ട് വിളിച്ചാ ഞാൻ. എന്നിട്ടിപ്പോ സമാധാനം കിട്ടിയോ? വിശ്വ കുറുമ്പോടെ ചോദിച്ചു. ഉണ്ടായിരുന്ന സമാധാനം കൂടി പോവുകയാ ചെയ്ത്. തിക്ക് ഫ്രണ്ട് അത്രയും നല്ലൊരു കാര്യമാണല്ലോ ചെയ്തു വെച്ചിട്ടുള്ളത്. അവൾ ആ പറഞ്ഞ സത്യമായിരുന്നു. അവന് വിളിക്കുമ്പോഴുണ്ടായിരുന്ന സമാധാനം പോലും ഇപ്പോഴില്ല. താനൊന്നും ഓർത്തിട്ട് ടെൻഷൻ ആവാതെടോ, ഞാനില്ലേ കൂടെ. തനിക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളല്ലോ. ഫോണിൽ കൂടി ഒഴുകി വന്ന അവന്റെ ആ വാക്കുകൾ അന്നുവരെയും കേട്ടതിൽ വെച്ച് ഏറ്റവും കടുപ്പമുള്ള ഉറപ്പ് അതുവരെയും അനുഭവിക്കാത്ത ഒരു. മിത്ര ഫോണിൽ പിടിമുറുക്കി ശ്വാസം പിടിച്ച് നിന്നുപോയി. 2 ദിവസങ്ങൾക്കിപ്പുറവും മിത്രയുടെ മനസ്സിൽ വിശ്വ പറഞ്ഞു തീർത്ത വാക്കുകളുടെ കനമുണ്ടായിരുന്നു. അവൾ എത്ര ശ്രമിച്ചിട്ടും തിരിച്ചറിഞ്ഞി പോരാൻ കഴിയാത്ത വിധം അവന്റെ വാക്കുകളുടെ ചുഴിയിൽപ്പെട്ടവൾ വട്ടം കറങ്ങി. പ്രത്യക്ഷത്തിൽ അവനൊരു മാറ്റവും പ്രകടമല്ല. എന്നത്തെയും പോലെ താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അയക്കുന്ന മെസ്സേജുകൾക്കുമെല്ലാം അവൻ റിപ്ലൈ ചെയ്യുന്നുമുണ്ട്. പക്ഷേ മിത്ര അവനിൽ നിന്നൊരു അകലം പാലിക്കാനാണ് താല്പര്യപ്പെട്ടത്. എന്തുപറ്റി നിനക്കെന്ന് അവിടെ ഒഴിഞ്ഞു മാറിയുള്ള ഭാവം കാണുമ്പോൾ വിശ്വ ചോദിക്കുകയും ചെയ്തു. ടീനക്ക് അവനോടുള്ള താല്പര്യമില്ലായ്മയുടെ പേരിൽ വിശ്വയോടത് പറയുമ്പോൾ അവനും പിന്നെ അവളെ കൂടുതൽ ഫോഴ്സ് ചെയ്തില്ല. എന്നുണ്ടെങ്കിലും അവനോട് അകന്നു നിൽക്കുന്ന നിമിഷങ്ങളിലൊക്കെയും അവളെ ഏറ്റവും കൂടുതൽ ഓർക്കപ്പെട്ടത് അവനെ തന്നെയാണെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സത്യവും. അങ്ങനെയുള്ള തന്റെ മാനസികാവസ്ഥയിൽ മിത്രയ്ക്ക് തന്നെ കടുത്ത അമർഷമുണ്ട്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും തിരിച്ചു വരാൻ കൂട്ടാകാത്ത പോലെ മനസ്സ് അവനിൽ തന്നെ കെട്ടിക്കിടക്കുന്നു. ഇതെന്ത് മാജിക് എന്നാണ് അവൾ ആ 2 ദിവസം ഓർത്തുകൊണ്ട് അത്ഭുതപ്പെട്ടതും. അപ്പൊ ചുമ്മാതല്ല അന്നാ ചേട്ടനെയും ചേച്ചിക്ക് വേണ്ടി അവരോട് അത്രയും വഴക്കുണ്ടാക്കിയതൊക്കെ. പ്രിൻസിപ്പൽ സാർ പറഞ്ഞിട്ട് എന്തായിട്ട് അന്നത്തെ ആളുടെ ഉശിരി. ഗേറ്റ് കടന്ന് കോളേജിൽ കയറി ആദ്യ നിമിഷം തന്നെ മിത്ര അന്ന് കേട്ടൊരു കാര്യം തൊട്ടു മുമ്പിൽ നടക്കുന്നവരാണ് പറയുന്നത്. അവരുടെ സംസാരത്തിൽ നിന്നും മറ്റാരെയെ കുറിച്ചാണ് അവർ പറയുന്നതെന്നൊരു ധാരണയോടെ തന്നെയാണ് മിത്ര ടീനയുടെ കൂടെ അകത്തേക്ക് നടന്നത്. പക്ഷെ കയറി ചെല്ലുന്നതിന്റെ വലതുവശത്ത് ക്യാൻറ്റീനിലേക്ക് പോകുന്നിടം അവിടെ ഒരുപാട് കുട്ടികൾ കൂടി നിൽപ്പുണ്ട്. ഇതെന്താ ഇവിടെ? ടീന അമ്പരപ്പോടെ മിത്രയെ നോക്കി. മിത്ര അറിയില്ലെന്ന് പറഞ്ഞു. വാ പോയി നോക്കാം. ടീനയുടെ കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴും മിത്ര ഒരിക്കലും അറിഞ്ഞില്ല തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാത്തിരിക്കുന്നതെന്ന്. ദേടാ ആളെത്തിയല്ലോ. മിത്രയെ തിരിച്ചറിയാൻ കഴിഞ്ഞ ഏതോ ഒരാൾ അല്പം ഉറക്കെ തന്നെ വിളിച്ചു പറഞ്ഞു. കൂടി നിൽക്കുന്നവരുടെ നോട്ടം പിന്നെ അവൾക്ക് നേരെയാണ്. രണ്ടാളും കൂടി അറിഞ്ഞു കളിച്ചിട്ടാണല്ലേ അന്നാ ചെക്കനെ. അവന് അത്രയും കഷ്ടമുണ്ട് കേട്ടോ. കൂട്ടത്തിൽ നിന്ന് ഏതൊരാൾ മിത്രയുടെ മുന്നിലെത്തി നിന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ പറയുന്ന ആരുടെ കാര്യ? എനിക്കൊന്നും ക്ലിയർ ആയില്ല. അതവൾ അവരോട് തുറന്ന് സമ്മതിച്ചു. ഇനിയും വേണോ ഈ ഒളിച്ചുകളി? നീയും വിശ്വയും തമ്മിലുള്ള ബന്ധമൊക്കെ ഇവിടെ ഇപ്പൊ എല്ലാവർക്കും ബോധ്യായി. ഇതിങ്ങനെ മനസ്സിലാക്കി തരാനാണോ നിങ്ങളുടെ സ്വകാര്യ നിമിഷം ഇത്രയും പബ്ലിക്കായിട്ട്? ഇനി ഇതും റീച്ച് കിട്ടാൻ വേണ്ടിയാണോ? സോഷ്യൽ മീഡിയ യുഗല്ലേ, ഇതും ഇതിനപ്പുറം കാണേണ്ടി വന്നേക്കും. കാണിക്കുന്ന നിങ്ങൾക്ക് പ്രശ്നമില്ലേ, പിന്നെ ഞങ്ങൾക്ക് എന്താ? എന്തായാലും സംഭവം കലക്കി കേട്ടോ. മുന്നിൽ നിൽക്കുന്നവരുടെ നോട്ടവും ശരിയും മിത്രക്ക് തല പെരുത്ത് കയറി. ടീ ആളെന്തോ പറയാൻ തുടങ്ങും മുമ്പ് ടീനയുടെ പതറിയുള്ള വിളി കേട്ടത് മിത്ര തിരിഞ്ഞു നോക്കി. അങ്ങോട്ട് നോക്ക്. ഭയന്ന പോലെയുള്ള ടീനയുടെ മുഖം. ആൾ ചൂണ്ടിയ വിരലിനറ്റം പോലും വിറക്കുന്നുണ്ട്. അതിന് പിറകെ നോട്ടം വായിച്ച മിത്രം ഞെട്ടിത്തരിച്ചു പോയി. സ്വയം അറിയാതെ തന്നെ അവൾ മുന്നോട്ട് നടന്നു. അവ്യക്തമായ ആ ഫോട്ടോ വിശ്വയുടെ അരിയിൽ തൊട്ടരിയിൽ അവനോട് ചേർന്നിരുന്നുകൊണ്ട് എന്തോ പറഞ്ഞിരിക്കുന്ന അവിടെ 2 പേരുടെ ആ ഫോട്ടോ അരിയിലേക്ക് എത്തുമ്പോൾ അത് അവൾക്ക് മുമ്പിൽ കൂടുതൽ കൂടുതൽ തെളിഞ്ഞ് മികവോടെ നിന്നു. ശ്വാസം വിളങ്ങിയതുപോലെ അവളൊന്ന് പിടഞ്ഞു. അതിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് മിത്രയിലേക്ക് തുറിച്ചു നോക്കി. അതൊന്ന് അവനോടൊപ്പം പുറത്തു പോയെന്നുള്ളതാണെന്ന് മിത്ര വിറയിലോടെ മനസ്സിലാക്കി. അവൾക്ക് എന്ത് വേണമെന്ന് അറിയില്ലായിരുന്നു. തികച്ചും മോശമായ രീതിയിൽ തനിക്ക് പിന്നിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന അപവാദങ്ങളുടെ ചുവയുള്ള അഭിപ്രായങ്ങളും കുറ്റപ്പെടുത്തലുമെല്ലാം മിത്ര കേൾക്കുന്നുണ്ട്. ആൾക്ക് അതിനൊന്നും മറുപടി പറയാൻ തോന്നിയില്ല. തോളിൽ അമർത്തി പിടിച്ച കൈ അത് ടീനയുടേതാണ്. അവൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെയായിരുന്നു മിത്ര ആ നിമിഷവും ഭയന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ടീനയെ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കണ്ണിലും മുഖത്തും തനിക്ക് നേരെ നീളുന്ന 1000 സംശയത്തിന്റെ സൂചിമുനകൾ. മിത്ര ഒന്നും പറയാതെ മുഖം കുനിച്ചു. നീ വന്നേ, നമുക്കിന്ന് ക്ലാസ്സിൽ കയറണ്ട, തിരിച്ചു പോവാം. ചുറ്റും കൂടി നിൽക്കുന്നവരുടെ പരിഹാസങ്ങളുടെ വാക്കുകൾ വല്ലാതെ നീണ്ടുപോയെന്നറിഞ്ഞതും ടീന അവളെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. എന്നാൽ 3-4 അടി നടന്നതിന് ശേഷം അവിടെ തന്നെ തറഞ്ഞു പോലെ നിൽക്കുന്ന മിത്രയ്ക്ക് നേരെ ടീന മുഖം ചുളിച്ച് നോക്കി. ഞാൻ ക്യാൻറ്റീനൊന്ന് നോക്കിയിട്ട് വരട്ടെ. കൂടുതലൊന്നും പറയാതെ വീണ്ടും ടീനയെ ഒരിക്കൽ കൂടി നോക്കാതെ മിത്ര തിരിഞ്ഞടന്നു.
ഉണ്ടായതൊന്നും പോരായിട്ട് ഇനിയും. ആൾ പോയ വഴി നോക്കി ടീന പിറുപിറുത്തു. എന്നാൽ അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ വിഷയം മുരുകനും ഉണ്ടായിരുന്നില്ല. എപ്പോ വരുമെന്ന് മിത്ര ജോലിക്കാരോട് ചോദിച്ചപ്പോൾ അവർക്കറിയില്ലെന്നായിരുന്നു ഉത്തരവും. വലിഞ്ഞു മുറിയ മുഖത്തോടെ തിരിച്ചിറങ്ങി വരുന്നവളോട് വീണ്ടും എന്തെങ്കിലും ചോദിക്കാനുള്ള തോന്നൽ ടീനക്കും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്കാണ് പോയത്. വാതിൽ തുറന്നു കൊടുത്ത അകത്തേക്ക് കയറും മുമ്പേ ടീന ശ്രദ്ധിക്കാതെ വിഷയുടെ വീട്ടിലേക്ക് മിത്രയുടെ നോട്ടമൊന്ന് നീണ്ടു. ആരവിടെ ഉണ്ടോ എന്ന് പോലും അവൾക്ക് തീർച്ചയില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോവേണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് മിത്ര അകത്തേക്ക് കയറി. കയ്യിലുള്ള ബാഗ് സോഫയിലേക്ക് ഇട്ടുകൊണ്ട് തന്റെ റൂമിന് നേരെ നടക്കുന്ന അവളെ ടീനയും നോക്കി. എനിക്കറിയാം നിനക്ക് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. എല്ലാത്തിനും ഞാൻ ഉത്തരം പറയാം. ഇപ്പൊ കുറച്ച് സമയം ഞാൻ ഒറ്റയ്ക്കിരിക്കട്ടെ. അവിടെ കണ്ടതൊന്നുമല്ല സത്യം, അത് മാത്രം നീ അറിയാം. അത് കരുതിക്കുട്ടികൾ ആരുടെ ചതിയാ എന്ന് മാത്രം പറഞ്ഞിട്ട് മിത്ര അവിടെ മുറിയിൽ കയറി വാതിലടച്ചു. ടീന അവൾ പോയ വഴിയെ നോക്കി ആളിലെ സോഫയിലേക്ക് തളർന്നിരുന്നു. എന്ത് വേണമെന്ന് അവൾക്കൊരു ഊഹമുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴത്തെയും പോലെ ഏതൊരു പ്രശ്നം വന്നാലും ആദ്യം ചെയ്യാറുള്ള പോലെ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞാലോ എന്ന് ഓർത്തു. പിന്നെ തോന്നിയത് വേണ്ടെന്ന്. വെറുതെ അവരെ കൂടി ടെൻഷനാക്കിയിട്ട് എന്തിനാണ്? ഒടുവിൽ അവൾ അബിയുടെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് നെഞ്ചിരിപ്പോടെ കാത്തിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.